രാവിലെ തന്നെ ഇതിന്റെ മണ്ടയിൽ എങ്ങനെ വലിഞ്ഞു കയറിയെന്നായിരിക്കും ചിന്ത അല്ലേ? വേറൊന്നുമല്ല, ഇന്ന് ഇന്ത്യ ന്യൂസിലാൻഡ് ഫൈനലല്ലേ. അങ്ങനെ പെൻഡിങ് ഓഫ് ഉണ്ട്. അപ്പൊ ഇന്ന് ഫൈനൽ കാണാൻ വേണ്ടിയിട്ട് ലീവ് എടുത്തതാണ്. അപ്പൊ പിന്നെ അസ്ലം കുറെ ദിവസം കൊണ്ടേ വിളിക്കുന്നുണ്ട്, നീ വാ നീ വാ നീ വാ നീ ഇവിടെ വന്ന് വീഡിയോ ഒക്കെ എടുക്കുന്ന പറഞ്ഞിട്ട്. അങ്ങനെ ഒന്നും നോക്കിയില്ല. ഞാന് രാവിലെ തന്നെ അങ്ങ് എഴുന്നേറ്റ് കുളിച്ച് ഫ്രഷായി നേരെ ഹംറ ടവറിന്റെ മുകളിലോട്ട് അങ്ങോട്ട് വിട്ടു. അങ്ങനെ 55ാമത്തെ ഫ്ലോറിൽ നമ്മൾ അസ്ലം വന്ന് നമ്മളെ കൂട്ടി. അവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് അവന്റെ ഓഫീസിലോട്ട് പോവാണ്. അവിടെ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നതൊക്കെ. അങ്ങനെ വീഡിയോസ് ഒക്കെ എടുത്ത് എന്താ പറയാ, വേറെ രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ. അതിന്റെ മുകളിൽ കയറി കഴിഞ്ഞാല് കാലും കൈയൊക്കെ വിറയ്ക്കുന്നുണ്ട്. ആ ഗ്ലാസിന്റെ സൈഡിൽ കൂടെ നോക്കാൻ തന്നെ പേടിയാ, പക്ഷെ എന്താ ചെയ്യാ, വേറെ ലെവല്. അസ്ലം പറയാ, ഞങ്ങൾ ഇവിടെ നിന്നിട്ടാണ് ചായ കുടിക്കുന്നത്. അവിടെ നിന്നിട്ടാണ് അവൻ ചായ കുടിക്കുന്ന സ്ഥലേ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ആ താഴത്തെ വ്യൂ ഉണ്ടല്ലോ, ഒയ്യോ എൻ്റെ മോനെ, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആ. കണ്ണ് തള്ളിപ്പോവും അമ്മാരി. അപ്പൊ ഇങ്ങനെ വലിഞ്ഞു കയറി അതിന്റെ മുകളിലെത്തി കുറെ വീഡിയോസ് ഒക്കെ എടുക്കാന്ന് വെച്ച് അങ്ങനെ വീഡിയോസ് ഒക്കെ എടുത്ത് വീണ്ടും അവന്റെ ഓഫീസിലോട്ട് കയറി പോവാണ്. 71 പോവാണ്. അവന്റെ ഓഫീസ് 71ാമത്തെ നിലയിലാണ്. കണ്ടില്ലേ, അവിടെ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. എന്റെ മോനെ, കുവൈറ്റ് ടവറൊക്കെ നോക്കി. പിന്നെ വേറൊന്നും പറയണ്ടല്ലേ, നമ്മുടെ മൊബൈല് അങ്ങനത്തെ മൊബൈലും കൂടെയാണ്. X23 Ultra ആണ്. എവിടെ വേണമെങ്കിലും കയറി ചെല്ലും സൂം ചെയ്ത്. അതുകൊണ്ട് തന്നെ പിന്നെ ഒന്നും പറയാനില്ല. അങ്ങ് നടുകടലിൽ ഒരു കപ്പൽ കിടക്കണണ്ട, അവനെങ്ങ് വിളിക്കുക. കണ്ട അമ്മാതിരി സൂമിങ് ആണ് ഫോണ്. അങ്ങനെ നിങ്ങളും കൂടിയൊക്കെ കാണട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് അങ്ങോട്ട് കാച്ചാന്ന് വിചാരിച്ചു. എന്താണ്, നിങ്ങൾക്കൊക്കെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാ? നമ്മൾക്കൊക്കെ ഇതേപോലത്തെ ചിലപ്പോഴൊക്കെ ഇങ്ങനത്തെ സൗകര്യങ്ങൾ അല്ലെങ്കിൽ ഭാഗ്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. അസ്ലം ഉള്ളതുകൊണ്ട് പിന്നെ അങ്ങോട്ട് പോയി. അത് അവൻ പറഞ്ഞ് വാ അങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് കുറെ ദിവസം കൊണ്ട് വിളിക്കുന്നുണ്ട്. പിന്നെ ഒന്നും നോക്കിയില്ല, അവിടത്തേക്ക് അങ്ങോട്ട് വെച്ച് പിടിച്ച്. പിന്നെ അവിടെ പോയി കുറെ വ്യൂസും കാര്യങ്ങളും ഒക്കെ എടുത്ത് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കുക. നോമ്പല്ലായിരുന്നെങ്കിൽ അവിടെ നിന്നൊരു ചായ ഒക്കെ കുടിച്ചിട്ട് വരായിരുന്നു. ഉണ്ടല്ലേ, ഇത് അവന്റെ ഓഫീസാ, അൽഗാനിമിന്റെ ഓഫീസാ. ഓക്കെ, ആ ഗ്ലാസിന്റെ അടുത്ത് പോയി നിൽക്കുമ്പോണ്ടല്ലോ നെഞ്ചിനൊരു പടപടപ്പാ. ഗ്ലാസ് എങ്ങാനും പൊട്ടിയിട്ടുണ്ടെങ്കിൽ പണ്ടാരം. പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, തിരിച്ചിറങ്ങി ഇതാ വരികയാണ്. ഇനിയിപ്പോ ഇതിലെ ഇങ്ങനെ നടന്ന് കുറെ കോഫി ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. രാവിലെ കോഫി ഷോപ്പൊക്കെ അവധിയാണല്ലോ, ഇന്ന് റംസാനായോണ്ട് ഫുള്ള് കോഫി ഷോപ്പും കാര്യങ്ങളൊക്കെ അവധിയാണ്. അങ്ങനെ നമ്മൾ തിരിച്ച് താഴെ ഹംറ ടവറിന്റെ താഴെ ഇറങ്ങി ഇതാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വെളിയിലോട്ട് ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഏതാണ് ഹംറ ടവർ. അത് കാണിച്ചു തരാം. അസ്റ്റിൻ മാർട്ടിന്റെ കാറുകളൊക്കെ കിടക്കുന്ന നോക്ക്, വേറെ ലെവല് കാറുകൾ, ഒന്നും പറയാനില്ല. നമുക്കൊക്കെ ഇങ്ങനെ നോക്കി നിന്ന് കൊതിക്കാനല്ലേ പറ്റത്തുള്ളൂ. കാശുള്ളവൻ വാങ്ങും, അല്ലാത്തവൻ ഇങ്ങനെ മൂഞ്ചി തിരിഞ്ഞ് നിൽക്കും എന്നാണല്ലോ പറയാറ്. ഇതാണ് സംഭവം. അപ്പൊ ഇതിന്റെ ഉള്ളിലാണ് കേറിയത്. വേറെ ലെവല് മക്കളെ, ലെവല്.